2 ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയ ഏത്തക്കായ ഇങ്ങനെ അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പാണ് നമ്മളിതിൻ്റെ വെള്ളം ഊറ്റി കളയാനുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പിടണം. നമുക്ക് കുറച്ച് ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കും. നല്ല ഒരു 6-7 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ട് അപ്പം തന്നെ ആവി കളഞ്ഞ് കുക്കർ തുറക്കുകയാണ് ചെയ്തത്. നമ്മുടെ പച്ചക്കായ എല്ലാം ഇവിടെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കായൊക്കെ പൊടിച്ച് ഒക്കെ കൊടുക്കും അല്ലേ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ കായൊന്നും കൊടുക്കില്ല. അപ്പം നല്ലൊരു പോഷകാഹാരമാണ് ഈ കായ. നമ്മൾ മൈദ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ആരോഗ്യപ്രദമാണ്. നമുക്കിനി ഇതിൻ്റെ നല്ല ചൂടാണ്, തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നാറിയിട്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് നല്ലവണ്ണം മാഷ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ പച്ചക്കായ ഇനി ഇവിടെ നല്ലവണ്ണം പൊടിച്ചെടുക്കണം. നല്ലവണ്ണം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമുക്കിനി ഇതിനകത്തേക്ക് ഞാൻ 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതുണ്ട്, ഒരു 3-4 പച്ചമുളക്, വേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം, ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും ചേർക്കാം. ഈ സമയത്ത് ഈ കായയുടെ ഉപ്പ് ഒന്ന് നോക്കിയേക്കണം. ഉപ്പ് ഇല്ല എങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. കുറച്ച് ഉപ്പേ ഉള്ളൂ. ഇപ്പോൾ സവാളയ്ക്കും ഒക്കെ ഉപ്പ് വേണമല്ലോ, നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം ഇനി കുറേശ്ശെയായിട്ടെടുത്ത് ചെറിയ ഉരുളകളാക്കണം. ഇനി ഒന്ന് ചെറുതായി പ്രസ് ചെയ്യും. ഇതേപോലെ ഓരോന്നും ചെറിയ ഉരുളകളാക്കി പ്രസ് ചെയ്ത് വയ്ക്കുക. ആ 2 കായ കൊണ്ട് ഇത്രയും ടിക്കകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ശരിക്കും ചൂടായിട്ടില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ.
ഓരോ വശം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും ഒരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം.